ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിഷമം എന്താണെന്നുള്ളത് മിക്ക ആളുകൾക്കും വളരെ നന്നായിട്ട് അറിയുന്നതായിരിക്കും. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് അത്രയധികം വിഷമം ഉണ്ടാകും, നമ്മുടെ എനർജിയൊക്കെ അത്രയും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. ചിലപ്പോൾ പലരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊന്നും നേരെ കഴിക്കാണ്ട് അത്രയും വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറയണത്. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക, അയ്യോ ഇങ്ങനെ ചെയ്യണോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുക. ആ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അപ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്കപ്പിൽ, ആ ഒരു വിഷമത്തിൽ അങ്ങനെ കടിച്ചുപിടിച്ചിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും അവരുടെ പുറകെ ഇങ്ങനെ പോകുന്ന സ്വഭാവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും ആളെക്കുറിച്ച് അന്വേഷിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൾക്ക് മെസ്സേജ് അയക്കും, വിളിക്കാൻ ശ്രമിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ പറയുകയാണെങ്കിൽ നോ കോൺടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു 30 ദിവസത്തേക്കൊക്കെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യില്ല, യാതൊരു രീതിയിലും നിങ്ങൾ അവരുമായി കോൺടാക്ട് നടത്താനായിട്ട് ശ്രമിക്കില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടാവും, മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ ഡിലീറ്റ് ചെയ്യാം. അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ നല്ല രീതിയിൽ ചീത്ത പറയണം തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഒരു ബ്രേക്കപ്പ് അതിൻ്റെ സങ്കടം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാം എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം മറക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് അവരെ പല രീതിയിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ പലരും നിങ്ങളോട് അവരെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ സംസാരിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, ആ ഒരു കാര്യം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്ന പല വഴികളുണ്ടായിരിക്കും, അതെല്ലാം അടയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയസിൽ അവരെ ഫോളോ ചെയ്യാതിരിക്കുക, മീൻസ് അതേപോലെ തന്നെ അവരുടെ ഇപ്പോൾ പ്രൊഫൈലും കാര്യങ്ങളും സെർച്ച് ചെയ്യലും നോക്കലും ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അവരിടുന്ന സ്റ്റാറ്റസ്, സ്റ്റോറീസ്, അപ്ഡേറ്റ്സ് എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, അതൊന്നും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേൾക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അവരുടെ ഫോട്ടോസും കാര്യങ്ങളുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്തായാലും അവർ പോയപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത്, എനിക്ക് എന്തൊക്കെയോ കുറവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവൾ പോയിട്ടുണ്ടാവുക, അപ്പം ഞാൻ നല്ലൊരാളല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ ചിന്ത മുഴുവനായിട്ട് മാറ്റി ഒന്ന് തിരിച്ച് ചിന്തിക്കുക. അതായത് ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് എൻ്റെ കയ്യിൽ കഴിവില്ലാത്തത് കൊണ്ടോ എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ടോ എൻ്റെ പോരായ്മകൾ കണ്ടുകൊണ്ടോ അല്ല ആൾ പോയിട്ടുണ്ടാവുക. എന്തോ ചെറിയ വ്യത്യാസം, അല്ലെങ്കിൽ എന്തോ ചെറിയൊരു പ്രശ്നം, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു മാറ്റം വന്നത് കൊണ്ടാണ് ആൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ അതെൻ്റെ പ്രശ്നമല്ല, ഞാൻ ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഞാൻ ഓക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ നെഗറ്റീവ് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുക. ഇതൊന്നും അല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് വാല്യൂ നൽകുന്നുണ്ട്. സോ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ആ പോയ ആൾ എന്ത് വിചാരിച്ചു എന്നുള്ളതിൽ എനിക്ക് കാര്യമില്ല, പിന്നെ അങ്ങനെ ഒരാളെൻ്റെ ലൈഫിൽ നിന്നിട്ടും കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് ഇത്രയും സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഏബിൾ അല്ലാത്തത് കൊണ്ടോ, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല ആൾ പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ ആളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അത് എൻ്റെ മേത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആൾ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ മാറ്റങ്ങളോ എന്തെങ്കിലും കൊണ്ടൊക്കെ പോയതായിരിക്കും. എൻ്റെ കയ്യിലുള്ള കുറവുകൾ കൊണ്ടല്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പറയാനായിട്ട്, അതായത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പകുതിയോളം നിങ്ങളുടെ വിഷമങ്ങൾ മാറാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുക. ആൾ വന്നാലും ഞാൻ ആളെ ഇനി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം വിട്ടിട്ട് പോയ ഒരാളാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും വിട്ടിട്ട് പോയ ഒരാളല്ലേ. അപ്പോൾ വന്നു കഴിയുമ്പോൾ എന്തിനാണ് ഞാൻ ആളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. വന്നാലും ഞാൻ അവരെ സ്വീകരിക്കില്ല എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക. അതേസമയം തന്നെ അവരില്ലാതെ ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ആളില്ലാതെയുള്ള പല സിറ്റുവേഷൻസും നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ
ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാലോചിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാനായിട്ട് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് സ്വയം അതിന് പ്രാപ്തരാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അവരില്ലാത്ത ഓരോ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാം, അവരില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇത് നിങ്ങൾക്ക് ഒരിക്കലും അവർ വേണ്ട എന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്യുക. അതായത് ഇനി ആ ഒരാൾ വേണ്ട, ബ്രേക്കപ്പ് ആയി, എനിക്ക് നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇനി ആൾ വേണ്ട, ഇനി ആൾ വന്നിട്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആൾ തന്നെ വേണം, എനിക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണം, ആൾ പോയിട്ടുണ്ട്, എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ കൊണ്ട് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവരെ തന്നെ എൻ്റെ ലൈഫിൽ തിരികെ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം, അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ല. സോ അങ്ങനെ ഒരു ഗൈഡൻസ് തരാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം, ആ വിഷമം എങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റും, ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.